ദൈവനാമത്തിന് മഹത്വം. ക്രൈസ്റ്റ് പ്ലസ് ഈ ചാനലിലൂടെ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ എനിക്ക് സമയമൊരുക്കി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ പ്രിയ ദൈവദാസന്മാരോടുമുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. എൻ്റെ പേര് താജുനിസ. 1967 മെയ് 12 എൻ്റെ ബർത്ത്ഡേ. ഞാൻ ജനിച്ചത് കാഞ്ഞാറ്, ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറ് എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ ഉമ്മയുടെ പേര് പാത്തുമ്മ, വാപ്പയുടെ പേര് അബ്ദുൾ ഹമീദ്. വാപ്പ കൊല്ലംകാരനാണ്, ഉമ്മ കാഞ്ഞാറുകാരിയാണ്. ഉമ്മയുടെ വീട്ടിൽ അവർ 5 മക്കളാണ്. മൂത്തതാണ് എൻ്റെ ഉമ്മ. ഞാൻ എൻ്റെ ഉമ്മയുടെ മൂത്ത മോളാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളുണ്ട്. എൻ്റെ നേരെ ഇളയതായ ആങ്ങള, അതിൻ്റെ ഇളയത് അനിയത്തിയുണ്ട്. പിന്നെ വാപ്പ കൊല്ലത്ത് വിവാഹം ചെയ്ത് അതിൽ 2 പേരുണ്ട്. ഇസ്ലാമിക അനുഭവത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നു വന്നത്. ഞാനൊരു വലിയ മതഭക്തിയായിരുന്നു കുഞ്ഞിലേ തന്നെ മതഭക്തി ആകാൻ കാരണമുണ്ട്. എൻ്റെ ഉമ്മയുടെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്, മുടി 7 കീറി പാലം കെട്ടും, നല്ലത് ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗത്തിലെത്തൂ, ഇല്ലേ നരകത്തിലേ പോകൂ. സൂര്യൻ ഒരു ചാണകലെ ഉദിപ്പിക്കും, അതിനകത്ത് ചെമ്പുതകിടിൽ കയറ്റി നിർത്തും. പിന്നെ നരകത്തിൽ അട്ടയുണ്ട്, പുഴുവുണ്ട്, തേളുണ്ട്. ഇതൊക്കെ കുഞ്ഞിലേ കേട്ടിരുന്നത് കൊണ്ട് കുഞ്ഞു പ്രായത്തിലേ തന്നെ ഞാൻ സ്വർഗം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല ദൈവം നമ്മെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ വിളിച്ച് മാറ്റി കർത്താവിനായി തീർത്തതെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊരു വചനമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരൊക്കെ നോക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ എന്നെയും കർത്താവ് അന്ന് കുഞ്ഞിലേ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, സ്വർഗം എവിടെയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മതത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അതൊത്തിരി എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഉണ്ടായി, എൻ്റെ ആങ്ങളെ ഉണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ ഞങ്ങളെ ഇട്ടേച്ച് ഉപേക്ഷിച്ചിട്ട് പോകുവാനിടയായി. എന്നാൽ കുഞ്ഞു പ്രായം തൊട്ടേ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ നോയമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞു പ്രായത്തിൽ നോയമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞാറ് പാലത്തിനിടയിലാണ് ഞങ്ങളന്ന് കുളിക്കാൻ വരുന്ന കടവ്. അവിടെ കുളിക്കുവാൻ വന്നപ്പോൾ എൻ്റെ ആങ്ങളെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കല്ലെടുത്തിട്ട്, ഈ വിരളിപ്പോഴും ഒരു കഷ്ണം ഇങ്ങനെ ഇല്ല, ഇത് മുറിഞ്ഞു പോയതാണ് നോയമ്പ് പിടിച്ചിരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു പോയപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് എനിക്ക് ചായയും മുട്ട പുഴുങ്ങിയത് മേടിച്ചു. ആശുപത്രിയിൽ ചെന്ന് ഇത് മുറിച്ച് കളഞ്ഞു, തുന്നി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിച്ചില്ല. അപ്പോൾ എന്നോട് ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞു, കൈ മുറിച്ച് കളയുമ്പോൾ എന്തു ചെയ്യും, നോയമ്പ് പോകും. അങ്ങനെയാണ് അന്ന് ഞാൻ കഴിച്ചത്. എന്താണേലും കുഞ്ഞു പ്രായത്തിൽ തന്നെ മതത്തിൻ്റെ ഒത്തിരി പഠിക്കുവാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് അങ്ങനെയും പോകുവാൻ എനിക്ക് ഒത്തിരി കഴിഞ്ഞില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാപ്പ ഞങ്ങളുടെ ഉമ്മനെയും ഞങ്ങളെ ഉപേക്ഷിച്ച് കൊല്ലത്തിൽ പോയി അവിടെ വേറെ പെണ്ണ് കെട്ടി ജീവിക്കുവാനിടയായി തീർന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അസുഖമായിരുന്നൊക്കെ പറഞ്ഞ് വന്ന് എൻ്റെ അനിയത്തി ഉണ്ടായത്. അങ്ങനെ എൻ്റെ 10 വയസ്സിൻ്റെ ഇളയതാണ് എൻ്റെ അനിയത്തി. ആങ്ങളെ വിവാഹം കഴിച്ചു, 2 മക്കളുമുണ്ട്. അവരുടെ 2 പേരും വിവാഹം കഴിച്ച് അവർക്ക് ഒരാൾക്ക് ഒരു കുഞ്ഞും, മൂത്ത മോന് ഒരു കുഞ്ഞും, ഇളയ പെങ്ങൾക്ക് 2 പിള്ളേരുമുണ്ട്. അനിയത്തി വിവാഹം കഴിച്ച് 2 പിള്ളേരുണ്ട്. ഒരാൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു, ഒരാൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു. അനിയത്തിയെ കെട്ടിയിരിക്കുന്നത് ഉസ്താദാണ്, വലിയ വാക്കവിയാണ്. ഇവിടെ തൊടുപുഴ തന്നെ ഒരു പള്ളിയിലെ ഉസ്താദായിരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഏതാണ്ട് ഒരു 10-12, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പ്രായത്തിൽ ഉമ്മ തളർന്നു പോകുവാനിടയായി തീർന്നു. എൻ്റെ ഉമ്മയുടെ വീട്ടിൽ 3 പെണ്ണുങ്ങളും 2 ആണുങ്ങളുമാണ്. ഇളയത് ഉമ്മയുടെ ആങ്ങളെ ഉസ്താദാണ്. അപ്പോൾ ഉമ്മ തളർന്നു പോയപ്പോൾ അനിയത്തിമാരും എല്ലാം വീട്ടിലായിരുന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പട്ടിണിയൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാപ്പ ഇട്ടിട്ട് പോയപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയെ ഏൽപ്പിച്ചിട്ട് പണിക്ക് പോകുന്നത് കൊണ്ട് എന്ത് ചെയ്തില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, 5ാം ക്ലാസ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഈ ഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ തളർന്നു പോയിട്ട് പിന്നെ ഞങ്ങൾ വളരെ കഷ്ടത്തിലായി. പിന്നെ എൻ്റെ ഒരു 13, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ചുമലിലായി കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ. അങ്ങനെ ഞാൻ കുടുംബത്തിലായിരിക്കുമ്പോൾ വീടൊക്കെ നോക്കി ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കോളപ്പുറയിൽ കടന്നു വന്ന് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കൊച്ചു പെരയാണുള്ളത്, ഒരു മുറിയും അടുക്കളയും തിണ്ണയുമായിട്ടുള്ളത്. അപ്പോൾ കോളനിയാണ്, കോളപ്പുറ ലക്ഷം വീട്. ഇപ്പോഴും അറിയാം, ഇപ്പോഴും എൻ്റെ വീട് അവിടെ തന്നെയാണ്. ആങ്ങള ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് എൻ്റെ ഉമ്മയും വാപ്പയും മരിച്ചു പോയി.
വാപ്പ മരിച്ചു പോയി ഞങ്ങൾക്ക് അറിയത്തില്ല. കൊല്ലത്ത് പോയ പിന്നെ ഞങ്ങളുമായിട്ട് പിന്നെ സമ്പർക്കമില്ല. കോളപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം കിട്ടി. അവിടെ വന്ന് ഞങ്ങൾ താമസമായിരിക്കുമ്പോൾ ഞാനിങ്ങനെ, ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല. ഈ മലങ്കര ഡാമിൻ്റെതായിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാഞ്ഞാറ്റിലെ അമ്മ വീടിൻ്റെ അടുത്ത് അവിടെയാണ് ടാങ്കിന് ഞാൻ പണി ചെയ്യുന്നത്. ഇപ്പോഴും ആ ടാങ്കുണ്ട്. കാഞ്ഞാറ് പാലത്തിന് അക്കരെ ഒരു ടാങ്കുണ്ട്. അതിൻ്റെ താഴോട്ട് ഒത്തിരി ഉണ്ട്. മേളും അതിൻ്റെതായ ബ്രാഞ്ചായിട്ടുള്ള ടാങ്കുകൾ വെള്ളിയാമറ്റ ഞെറളമ്പുഴ വഴിയൊക്കെ ഉണ്ട്. ആ ഞെറളമ്പുഴയ്ക്ക് പോകുന്നിടത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്, അമ്മ വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ കോളപ്രയ്ക്ക് വന്നപ്പോൾ എനിക്ക് കാഞ്ഞാറ്റി ജോലിക്ക് പോകേണ്ടതായി വന്നപ്പോൾ വെളുപ്പിന് 7:30 ആകുമ്പോഴത്തേക്കും കാഞ്ഞാറ്റി ചെല്ലണം. അപ്പോൾ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറമ്പിലാണ് ബാത്റൂമിൽ പോകുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ കോളപ്ര ചെന്നിട്ട് ഒത്തിരി സമയമായിട്ടില്ല. ആയിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു കാട്ടിനകത്ത് എന്നെ പിടിക്കാനായിട്ട് നോക്കിയിരുന്നു. ഞാൻ അറിയുന്നില്ല ഇത്. പക്ഷെ ഞാനിരിക്കുമ്പോൾ എന്നോട് ആരോ പറയുകയാണ്, പുറകോട്ട് നോക്ക്. പുറകോട്ട് നോക്ക്. ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ പുറകിൽ ഇങ്ങനെ എന്നെ പിടിക്കാൻ നിൽക്കുക. അയാൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്നെയല്ല നോക്കുന്നത്. ഞങ്ങളുടെ അവിടെ ആ സ്ഥലത്തിൻ്റെ നടുക്കോടെ ഒരു ജീപ്പ് റോഡുണ്ട്. അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇയാളെ നോക്കുന്നത്. വേഗം ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഉമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു. ഉമ്മ അയാളെ ചീത്തയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അയാൾക്ക് എന്നോട് വൈരാഗ്യമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, അവിടെ ഒരു അമ്പലം എന്ന ആറിൻ്റെ അരികിലുണ്ടായിരുന്നു. അതിപ്പം വെള്ളം വന്ന് ഡാമൊക്കെ വന്ന് മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുക, അവിടെ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബ്രാൻഡിയുടെ മണം വരാൻ തുടങ്ങി. അപ്പോൾ മണം വന്നപ്പോൾ ഞാൻ ആ ചുറ്റുപാട് കാട്ടിനകത്തോടെ നോക്കിയപ്പോൾ അത് അപ്പോൾ ഞങ്ങളവിടെ കുറേ സ്ഥലവുമായിട്ട് കുറേ നാൾ ഇണങ്ങി തീരാനിടയായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ ഞാൻ ആ കാട്ടിനകത്ത് കണ്ടു. അന്ന് ഞാൻ കുറേ വഴക്ക് അയാളോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഇപ്പോൾ പാസ്റ്ററാണ്. ആ വ്യക്തി അന്ന് ഞങ്ങളുടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസഫ് എന്നാണ് പേര്. അപ്പോൾ എൻ്റെ ഉമ്മ ആ വ്യക്തിയോട് സങ്കടം പറഞ്ഞു. ആ സങ്കടം പറഞ്ഞപ്പോൾ ആ വ്യക്തി കോളപ്ര സിറ്റിയിൽ വെച്ച് മറ്റേ വ്യക്തിയെ ചീത്ത പറഞ്ഞു. അന്ന് തൊട്ട് പിന്നെ അയാൾ എന്നെ ശല്യം ചെയ്തില്ല. അപ്പോൾ ഞാൻ അന്ന് പണിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വാപ്പയുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി സാമ്പത്തികം കിട്ടാനുണ്ടായിരുന്നു. അത് വാപ്പയ്ക്ക് സ്വന്തം പോക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് വാപ്പ ഒരു കല്യാണം കൊണ്ടുവന്നു. എനിക്ക് ഒരു കല്യാണം കൊണ്ടുവന്നത് തിരുവനന്തപുരംകാരനാണെന്ന് പറഞ്ഞ് ഷാബി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കൊണ്ടുവന്നത്. ആ വ്യക്തി വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കെ എന്നെ വന്ന് കാണിച്ച് വാപ്പ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പം അയാൾ തന്നെ വന്നിട്ട് അയാൾ പറഞ്ഞു, വാപ്പ പറഞ്ഞു അവിടുത്തെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാം, എന്നെ കെട്ടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മയോട് പറഞ്ഞ് ധരിപ്പിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ആങ്ങളെയും അനിയത്തി ഓത്തുപള്ളി ഇവിടെ കോളപ്ര ഇല്ലാത്തത് കൊണ്ട് കാഞ്ഞാറ്റിൽ അമ്മ വീട്ടിൽ നിന്നാണ്. ആങ്ങളെയും അമ്മയും ഈ വ്യക്തിയും ഞങ്ങളുടെ വീട്ടിലും ഞാൻ അമ്മ വീട്ടിലോട്ട് പോയി കാഞ്ഞാറ്റിൽ നിന്ന് പണി ചെയ്ത് വേല ചെയ്ത് ആഴ്ച സാധനങ്ങൾ കൊണ്ടുവരും. വിവാഹം അടുത്തു വന്നപ്പോൾ എന്നോട് ആരോ എൻ്റെ ഹൃദയത്തിൽ പറയുക ചതിയാണെന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം വേണ്ട, ഈ കല്യാണം വേണമെങ്കിൽ ഈ ആൾ എവിടെയൊക്കെത്തുകാരനാണെന്ന് പോയി അന്വേഷിച്ചിട്ട് മതി. എൻ്റെ ഉമ്മയ്ക്ക് വന്ന അവസ്ഥ എനിക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ കൂലിപ്പണി ചെയ്ത പൈസ എൻ്റെ മാമാമാർക്ക് 2 പേർക്കും വണ്ടിക്കൂലി കൊടുത്ത് തിരുവനന്തപുരത്തിന് വരെ അന്വേഷിക്കുവാൻ വിട്ടു. എൻ്റെ ഇളയ മാമ അന്ന് അറബി കോളേജിൽ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത മാമായി ഇളയ മാമയും കൂടെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു വെല്ലുമ്മയെ കണ്ടു. വെല്ലുമ്മ വന്ന് ചോദിച്ചു, ഉസ്താദ്, എൻ്റെ മാമ അവിടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ മാമയോട് ചോദിച്ചു, ഉസ്താദെ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മാമ പറഞ്ഞു, എൻ്റെ പെങ്ങടെ മോക്കൊരു കല്യാണം, ഇതാ ചെറുക്കൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വെല്ലുമ്മ പറഞ്ഞു, ഇവൻ എൻ്റെ ചേട്ടത്തിയുടെ മോനല്ലേ, ഇവന് വേറെ ഒരു കൊച്ചും ഒരു ഭാര്യയുണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ എന്നാണേലും എൻ്റെ മാമാമാർ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് വീട്ടിലോട്ട് വന്നുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്ന ജോസഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവായിരിക്കുന്ന ഹസ്ബൻഡായിരിക്കുന്ന പാസ്റ്ററായിരിക്കുന്ന ജോസഫ് അന്ന് കഞ്ചാവിനും ചാരായത്തിനും അടിമയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ അമ്മ കുഞ്ഞിലെ അവരെ ഇട്ടിട്ട് പോയതുകൊണ്ട്, അവരുടെ അച്ഛൻ മരിച്ചുപോയി, അമ്മ വേറെ ആരുടെയും കൂടി അല്ല ഇട്ടിട്ട് പോയതുകൊണ്ട് പെണ്ണുങ്ങളെ ആരെയും വിശ്വാസമില്ലായിരുന്നു ആ വ്യക്തിക്ക്. വിവാഹം കഴിക്കാതിരിക്കുക, അനിയൻ നേരത്തെ കെട്ടി, ഞങ്ങളെക്കാളും മൂത്ത മോന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, കൊച്ചേട്ടായി ഞങ്ങൾ വിളിക്കുന്ന കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കഞ്ചാവും ചാരയും. അപ്പോൾ ഞാൻ എന്നും ഈ ഭക്തി ആയതുകൊണ്ട് കുഞ്ഞിലേ തൊട്ട് ഈ ദൈവഭക്തി ഉള്ളതുകൊണ്ട് രാത്രി കിടക്കാൻ നേരത്ത് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ കിടക്കൂ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് വിവാഹം വേണ്ട, അല്ല വിവാഹം തരുന്നെങ്കിൽ. എൻ്റെ വാപ്പ എന്നെ കൊല്ലത്ത് കൊണ്ടുപോയിട്ട് രണ്ടാനുമായ കുറ്റം പറഞ്ഞ് ഞങ്ങളെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ദിവസം പോലും എൻ്റെ വാപ്പ കിടക്കാൻ ഞങ്ങളുടെ ഉമ്മ വിട്ടിട്ടില്ല, രണ്ടാനുമ്മ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്കൊരു കല്യാണമുണ്ട്, എന്നെ മാത്രം
മാത്രം സ്നേഹിക്കുന്ന ഒരാൾ, എന്നിൽ നിന്ന് 2 കുഞ്ഞുങ്ങളായി അതിന് മാത്രം പിതാവായിരിക്കണം, മദ്യപിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ചീട്ട് കളിക്കരുത് എന്ന്. കാരണം എൻ്റെ വാപ്പ ചീട്ട് കളിക്കാരനാണ്, വേറെ സ്വഭാവമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഉമ്മ പറയുക, എടി ഇന്ന് കൊച്ചേട്ടായി കല്യാണം അവരുടെ ചാച്ചീനെ പറഞ്ഞു വിട്ടു, മുസ്ലിമായി കെട്ടാം, സ്ത്രീധനം ഒന്നും വേണ്ട, മുസ്ലിമിലേക്കായി കെട്ടാമെന്ന് എന്നോട് പറയുവാനിടയായി. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഈ മദ്യപിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന വ്യക്തി എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയുവാനിടയായി. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അവൻ്റെ അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അവൻ സങ്കടം കൊണ്ടാണ്, നമ്മുടെ മാമാമാരുടെ കൂടി മുസ്ലിം ആകുമ്പോൾ അവൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചിരിക്കുമ്പോൾ വാപ്പ വേറെ 2ാമതൊരാളെയും കൊണ്ട് കല്യാണം വന്നു. അയാളെയും കൊണ്ട് വന്നപ്പോൾ എന്നെ കെട്ടാനിരുന്ന വ്യക്തി അതുവരെ എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചുള്ള വീട്ടിൽ ആലോചിച്ചിരിക്കുക. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല, ഇയാളെ കെട്ടാൻ ഞാൻ സ്നേഹിച്ചപ്പോൾ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഒന്നിലേ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി തീരും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് 2 പെങ്ങന്മാരുണ്ട്. അനിയൻ നേരത്തെ കെട്ടി, ഈ പെങ്ങന്മാരെ നോക്കുന്നതൊക്കെ ഈ വ്യക്തിയാണ്. അപ്പോൾ പെങ്ങന്മാർക്കെല്ലാം ഒരു സഹായി ഈ വ്യക്തി, ഈ ആങ്ങളെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല, കല്യാണം ആലോചിച്ചല്ലേ ഉള്ളൂ, ഇറങ്ങി വരാമെങ്കിൽ. എന്നോട് അങ്ങനെ പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ ആലോചിച്ചു, കല്യാണം പറഞ്ഞു, മാമായോട് ചെന്നു. ഉമ്മ പറഞ്ഞപ്പോൾ മാമ പറഞ്ഞു മറ്റു ജാതിയും കൂടെ പറഞ്ഞു. അങ്ങനെ വേറെ ഒരു ജാതിയും പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ അങ്ങനെയുള്ള ജാതി മുസ്ലിം ആയാലും ആ ജാതി തന്നെയല്ലേ വേണ്ടത്. അതെൻ്റെ ഉമ്മ വന്ന് ഈ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ഇനി ഇയാളെ കെട്ടത്തില്ല, ഞാൻ മുസ്ലിമായി കെട്ടത്തില്ല, ഇങ്ങനെ നിങ്ങളുടെ ജാതിയിലോട്ടായാലും ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ ഞാൻ മരിക്കും വരെ നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും വരത്തില്ല, എൻ്റെ മതത്തിൽ നിന്ന് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ വാപ്പ കല്യാണം 2ാമത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2ാമത് കല്യാണം കൊണ്ടുവരുന്നത്. ഇവിടെ കൊല്ലംകാരനാണ് അയാൾ. ഇച്ചിരി പ്രായമുള്ളതാണ്, കണ്ണല്ല ഉപ്പനെ കൂട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട കല്യാണം, എനിക്ക് കല്യാണമേ വേണ്ട എന്ന്. കുഞ്ഞിലേ തൊട്ടേ ഞാൻ കല്യാണത്തിന് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. കാരണം ആണുങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം കെട്ടിപ്പൊരുക്കി നടക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷമായ ഒരു പിതാവുമായിട്ടൊരു ജീവിതമില്ല. ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ സ്ത്രീധനം കൊടുക്കാനുമില്ല. അപ്പോൾ എന്തും പണി ചെയ്തങ്ങ് ജീവിക്കാമെന്നായിരുന്നു എൻ്റെ തീരുമാനം. എന്താണെങ്കിലും അങ്ങനെ വന്ന് ഈ വ്യക്തി വന്ന് ആ വ്യക്തിയെ കൊണ്ട് വന്ന് വീട്ടിൽ കല്യാണമായിട്ട് ഇരിക്കുമ്പോൾ ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ പാസ്സായിരിക്കുന്ന ജോസഫ്, ഇപ്പോൾ എൻ്റെ ഭർത്താവായിരിക്കുന്ന വ്യക്തി എൻ്റെ വാപ്പയായിട്ട് വഴക്കുണ്ടാക്കി. കടാരയൊക്കെ തിരികെയായിരുന്നു ആൾ നടക്കുക. അപ്പോൾ വഴക്കുണ്ടാക്കി എൻ്റെ വീട്ടിൽ വന്ന് കൊല്ലംകാരനെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ വീട്ടുകാർ കൊണ്ട് കേസ് കൊടുത്ത് പോലീസൊക്കെ വീട്ടിൽ വന്നു. അപ്പോൾ രാത്രി മുഴുവൻ എൻ്റെ വാപ്പ എന്നെ ഇറക്കിക്കൊണ്ട് പോകാൻ അടിയായിരുന്നു. അപ്പോൾ ഈ വ്യക്തി കുത്തുവല്ലോ എന്നോർത്ത് ഞാൻ ഇറങ്ങിയില്ല. എൻ്റെ വാപ്പയും ഈ വ്യക്തിയും എല്ലാം നഷ്ടമായി തീർന്ന എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. രാവിലെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലായിരിക്കുമ്പം SI വന്നിട്ട് പറയുക, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ്യക്തിനെ പിടിക്കണമെന്ന് പറയുക. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു. കാരണം ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, കല്യാണം ആലോചിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ നിരപരാധിയാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വകയിലുള്ളൊരു മാമ പറഞ്ഞു, എൻ്റെ സ്വന്തം മാമാമാർ കൊല്ലത്തിന് പോയിക്ക് ആ പൈസ മേടിച്ച് എൻ്റെ വിവാഹം വിളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുമ്പോൾ എൻ്റെ ഈ വകയിലുള്ള മാമ പറഞ്ഞു എനിക്ക് മെൻ്റലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ, എന്നെ ഇത് അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കയ്യെല്ലാം നീര് വെച്ചിരിക്കുക. അതൊക്കെ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. അങ്ങനെ എന്നെ അമ്മ വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ട് രാവിലെ സമയം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇവരിറക്കുന്നില്ല. അപ്പോൾ എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നത്, ഇവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ എന്നെ കൊണ്ട് കൊല്ലത്തിന് പോകാനാണ്. അപ്പോൾ എനിക്ക് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു, ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ പോകുമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പോയില്ലെങ്കിൽ എന്നെ കെട്ടാൻ ഈ 2ാമത് കല്യാണം പറഞ്ഞ ആൾ വീട്ടിൽ വന്നിരിക്കുക. ഈ വ്യക്തി കണ്ടാൽ പിന്നെ പേടിയാകും, വിവാഹം കഴിച്ച ആളാണെന്നറിയാം. അപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ ഞാൻ ആകണം. അപ്പോൾ ഈ മറ്റ് വ്യക്തി എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യലും ഭ്രാന്തനാവും, 3 ജീവിതം നശിക്കും. അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ തീരുമാനമെടുത്തു, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാനല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള തീരുമാനത്തിലൂടെ ഞാൻ എൻ്റെ വീട്ടിൽ തീരുമാനമെടുത്ത് രാവിലെ സമയം എന്നെ വെളിയിൽ ഇറക്കാൻ പറഞ്ഞ്. അപ്പോൾ എൻ്റെ വാപ്പ എന്ത് ചെയ്താൽ, അപ്പോൾ വാപ്പയോട് സർക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ പ്രായപൂർത്തിയായ പെൺകൊച്ചിൻ്റെ മേൽ കൈവച്ച ഇയാളുടെ പേർക്ക് കേസെടുക്കും, അതുകൊണ്ട് എന്നെ അടിച്ചൊന്നുമില്ല. എന്താണേലും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പോയി. എന്നാൽ വറചട്ടിയിൽ നിന്ന് എരുതിയിൽ വീണ ഒരു അനുഭവമായിരുന്നു എൻ്റെ പിന്നീടുള്ള ജീവിതം. മുഴുവൻ മദ്യപാനിയും കഞ്ചാവും ആയിരുന്നയാൾ മുസ്ലിമും ആയില്ലല്ലോ. അപ്പോൾ ആരും ചോദിക്കാനും ഇല്ലല്ലോ എനിക്ക്. അങ്ങനെ ആയപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകും
വിവാഹപ്രായമാകുകയും ഞങ്ങൾക്ക് മോനുണ്ടായി. 1989 സെപ്റ്റംബർ 5 തീയതിയായിരുന്നു എൻ്റെ വിവാഹം. 1990 ഒരു ജൂൺ മാസം 3 തീയതി ഞങ്ങൾക്കൊരു മോനുണ്ടായി. ആ മോനുണ്ടായ അന്ന് തൊട്ട് അവൻ അസുഖമായി തീർന്നു. അവൻ അസുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, എപ്പോഴും കരച്ചിൽ, നിലവിളി, എൻ്റെ വീട്ടിൽ അലമ്പ്, വഴക്ക്, ഇടി. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പെന്തക്കോസ്തുകാരുണ്ട്, ആ അച്ചായൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ട്രാക്റ്റ്, പിന്നീട് ഞങ്ങൾ വിശ്വാസത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, ഒരു ട്രാക്റ്റ് കൊടുക്കാൻ വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ വ്യക്തിയെ പേടിയായിട്ട് വരത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മോനെയും കൊണ്ട് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. ഞങ്ങൾ മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടുണ്ട്, എന്ന് വേറൊന്നും ചെയ്യാനല്ല, ഇതൊന്ന് മാറ്റം വരാൻ. അപ്പോൾ മന്ത്രവാദി പറഞ്ഞ് ഈ കേസ് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞ് കൊന്താലപ്പള്ളിയുണ്ട് ഇവിടെ അവിടെ കൊന്താലപ്പള്ളി പോയി, മറ്റേ പന്നിമറ്റത്തിന് പൂമാലയ്ക്ക് പോകുന്നിടത്ത് കൊന്താലപ്പള്ളിയുണ്ട്, അവിടെ ചെന്ന് പിടിപ്പണം ഇടാൻ പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പിടിപ്പണം വാരിയിടിപ്പിച്ചു, എന്നിട്ട് കുറഞ്ഞില്ല. പിന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അന്ന് മുതലക്കോട് ആശുപത്രിയാണ്, ഇന്നാണ് സെൻറ്റ് മേരീസ് ഒക്കെ തൊടുപുഴയിൽ വലുത്. അപ്പോൾ അന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു അസുഖമൊന്നുമില്ല. പക്ഷേ മോനെയും കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം 2 നേരമൊക്കെ എടുത്തുകൊണ്ട് ഓടുന്ന അവസ്ഥയാണ്. മടുത്ത് എൻ്റെ ഹസ്ബൻഡ് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആൾക്ക്, പക്ഷേ പള്ളിയിലൊന്നും പോകത്തില്ല. വെടിക്കെട്ട് കാര്യങ്ങൾ, പള്ളിയിലെ പെരുന്നാളൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും പോയെങ്കിലേ ഉള്ളൂ. അങ്ങനെ എന്താണേലും ഈ വ്യക്തി ഈ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, മോനെ. അപ്പോൾ ഞാനെന്ന് പറയും, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ 5 തലമുറ വരെയും പെണ്ണുങ്ങളാണ്, മൂത്തവർ. അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിലെ മൂത്ത, ഞാനത് എൻ്റെ ഉമ്മയുടെ ഉമ്മ. അപ്പോൾ എൻ്റെ ഉമ്മ എന്നും എന്നെ നോക്കി പറയും, വിവാഹ സമയം ആയിരിക്കുമ്പോൾ പറയും, മോളെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാർ വാഴുകയില്ല. കാരണം എൻ്റെ വെല്ലുമ്മ ഉണ്ടായി, ഇപ്പോൾ ആ വെല്ലുമ്മ മാനസിക രോഗിയായി. അപ്പോൾ അവരുടെ വീട്ടുകാർ പറഞ്ഞു വേറെ കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വെല്ലുമ്മ വിവാഹം നഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മ, എൻ്റെ വെല്ലുമ്മാടെ അങ്ങനെയായി. എൻ്റെ വെല്ലുമ്മ എൻ്റെ ഉമ്മാടെ വാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി. അങ്ങനെ ആ ജീവിതം തന്നെ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാനെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ വന്നപ്പോൾ മൂത്തവരാണ് വീട്ടിൽ. അപ്പോൾ എൻ്റെ ഉമ്മ എന്നും എന്നെ നോക്കി പറയും, മോനെ നിൻ്റെ ജീവിതം എന്താകും, ഞങ്ങളെല്ലാം പാരമ്പര്യമായിട്ട് പെണ്ണുങ്ങൾ കെട്ടിയമാർ വാഴത്തില്ല, അപ്പം നിനക്കിതൊന്നും ഉണ്ടാകുകയല്ല, നിൻ്റെ എന്ത്. ഇതെല്ലാം കേട്ടതുകൊണ്ടും പുരുഷന്മാരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും എനിക്ക് വിവാഹം ഇഷ്ടമില്ലായിരുന്നു. എന്താണേലും അന്ന് ഈ വിവാഹം കഴിഞ്ഞ് ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് മുഴുവൻ കഞ്ചാവിനും ചാരായത്തിനും അടിമയായിരിക്കുന്ന സമയത്ത് ഈ മോനെയും കൊണ്ടൊക്കെ പോയിട്ട് രക്ഷയില്ലാതെ താൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഇരുന്ന് ഒരു ചാക്ക, എൻ്റെ ഓർമ്മയിൽ ചാക്കാണെന്ന് തോന്നുന്നു, പായൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ, ചാക്ക് എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൾ, പിന്നീടാണ് വിശ്വാസത്തിൽ ഞാനും കൂടെ വന്നു കഴിയുമ്പോഴാണ് പറയുന്നത്, ഇത്ര മേളിൽ കഴുത്തിന് മേളിൽ ഒരു രൂപം കാണുവാനിടയായി തീർന്നു, വെളുത്ത മുടിയായിട്ട് കർത്താവായ യേശുവിനെ കണ്ടു. ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം അടുത്തൊരു പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, അവരുടെ അടുത്ത് ഇത് ചോദിക്കാൻ പോയി എന്താണെന്ന്. അപ്പോൾ അവർ പൗലോസിനെ ദമസ്കോസിൽ വെച്ച് കർത്താവ് പിടിച്ച ആ കാര്യങ്ങൾ, സംഭവം പറഞ്ഞു കൊടുത്ത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത്, ഭർത്താവ് അന്ന് തൊട്ട് ആ അച്ചായൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അത് അടൂർമല എന്ന് പറയുന്ന കോളപ്പുറ, ഇപ്പോൾ ആ ചർച്ച് കോളപ്പുറ വലിയ സ്കൂളിൻ്റെ അടുത്താണ്, അന്ന് അടൂർമലയിലാണ്. അന്ന് എൻ്റെ ഭർത്താവ് അവിടെ പോയി തുടങ്ങി. ആൾ കഞ്ചാവ് നിർത്തി, ചാരായം നിർത്തി, വീടിവലി മാത്രമേ ഉള്ളൂ, ബൈബിളൊക്കെ പുതിയ നിയമം എടുത്ത് കഷ്ടത്തിൽ വെച്ച് ബനിയനകത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത്, നാണക്കേടായിട്ട്. അപ്പോൾ എല്ലാവരും പറയാനിടയായി, മൂത്ത വിശ്വാസം 3 മാസം എന്ന് പറയുവാനിടയിൽ കളിയാക്കുമായിരുന്നു. അപ്പോൾ എന്നോട് വന്ന് എല്ലാം പറയും, പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥന, ഈ മറ്റു വിഗ്രഹത്തിലുള്ളതൊന്നും അത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ എന്തോട് പ്രാർത്ഥനയിലുള്ള ഓരോ കാര്യങ്ങൾ പറയും. പക്ഷേ എനിക്കിത് കേൾക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഉള്ളിൽ വെറുപ്പും പുറമെ ഞാൻ സമ്മതിക്കും. കാരണം ആൾ പോയി വേറെ മദ്യപിച്ച് ബഹളം വെച്ച് എന്ത് ചെയ്യുന്നോർത്ത് പേടിച്ചിട്ട് സമ്മതിക്കും. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നെ 1 വർഷമായി, മോനുണ്ടായി 1 വർഷമായപ്പം മോള് പ്രഗ്നൻ്റായി. വയറ്റിൽ ആയപ്പോൾ ആൾ എന്ത് ചെയ്തു, പ്രാർത്ഥനയിൽ 1 വർഷമായിട്ടും സ്നാനപ്പെടാനായിട്ട് വളരെ ആഗ്രഹിച്ചു. അവിടെ ചർച്ചിൽ പലവട്ടം പറഞ്ഞു, എന്തോ സ്നാനപ്പെടുത്തിയില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല, സ്നാനം നടന്നില്ല. അങ്ങനെ ഞങ്ങളുടെ മോളുണ്ടായി 1992 ജനുവരി 18 തീയതി ഞങ്ങൾക്കൊരു മോളുണ്ടായതോടുകൂടി ഞാൻ രോഗിയായി തീർന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ വയറ്റുവേദനയായിട്ടാണ് പോകുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കെന്നും വയറ്റുവേദനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബാത്റൂമൊന്നുമില്ല, പറമ്പിലാണ് പോകുന്നത്, കാട്ടിലപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് ഓടി അങ്ങോട്ട് ചെല്ലേണ്ടതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, കുളിക്കത്തില്ല. ഇങ്ങനെ ആയിരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പ ഇട്ടിട്ട് പോയിട്ടപ്പോൾ എനിക്കൊരു പെന്തക്കോസ്തുകാരെ പരിചയമുണ്ടായിരുന്നു, കൊടയത്തൂർ വെച്ച് പുന്നയ്ക്കൽ വീട്ടുകാർ. അവർ ഈ മുട്ടത്ത് ഉണ്ട്, ഇപ്പോഴും അവർ മുട്ടത്തുണ്ട്. അവരുടെ ആണുങ്ങളൊക്കെ മരിച്ചുപോയിട്ട് ഒരു ആളച്ചായ മാത്രം, ഒരു ദൈവദാസം മാത്രം ഇളയതുണ്ട് അവിടെ വീട്ടിൽ, ബാക്കി ആണുങ്ങൾ മരിച്ചുപോയി. അവരുടെ വീട്ടിലാണ് പോകുന്നത്, വരുന്നോന്ന് ചോദിച്ചു. അപ്പം
ഞാൻ എൻ്റെ ഉമ്മ പണിക്ക് പോകുമ്പം എൻ്റെ കുഞ്ഞിലെ അനിയത്തിയെ നോക്കി 10 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇരിക്കുന്ന ഒരു വീടാണ് പെന്തക്കോസ്തുകാർ. അവരെ കാണാനായിട്ട് ഞാൻ പോയതാണ്. ദൈവത്തിൻ്റെ അന്ന് എന്നോട് പറഞ്ഞു, നീ വരുന്നു, അവിടെ ഞാനിന്ന് പോകുന്നത്. പ്രാർത്ഥനയൊന്നും എനിക്കറിയത്തില്ല. എന്താണേലും ഞാൻ അതിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ കോളപ്പുറയുള്ള ലാലി എന്ന് പറയുന്ന ഒരു അമ്മാമ്മ, ഇപ്പോൾ കാഞ്ഞാറ് ഫുൾ ഗോസ്പൽ ചർച്ച് തോമസ് വാസ്ന ചർച്ചിലാണ് ചേച്ചി പോകുന്നത്. ആ ആൻറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു, താജിൻസ പ്രാർത്ഥന വരണം, കണ്ടോ കഞ്ചാവും ചാരായും ഒക്കെ മാറി ഭർത്താവ് നല്ല മനുഷ്യനായില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൂക്കുത്തിയുണ്ട്, കമ്മലുണ്ട്, ഇതൊന്നും ഊരാ ഇഷ്ടമില്ല. അപ്പോൾ ദൈവം ഇതൊക്കെ തോന്നിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പുഴ വെച്ച് വഴക്കുണ്ടാക്കിയ ചേച്ചിയോട്, ആഹാ നിങ്ങളുടെ ദൈവം കാതും കഴുത്തു ഇരിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചു. വഴക്കുണ്ടാക്കി അവരോട്. വഴക്കുണ്ടാക്കി കഴിഞ്ഞാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് പുന്നക്കലെ വീട്ടിൽ. പുന്നക്കെ വീട്ടിൽ ചെന്ന് ചെറിയ മുറികളാണ്, തിണ്ണയിലിരുന്ന ആണുങ്ങളിരുന്ന് ഞങ്ങൾ പരിക്കാതിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യം കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടാനിടയായത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു സാക്ഷി ഉളവാക്കുമെന്ന് പറയുന്നു. അപ്പോൾ സാക്ഷ്യം കേട്ടത് ഇങ്ങനെയാണ്. അറ്റായിക്ക് വന്ന അവിടുത്തെ 3 ആൺമക്കളുണ്ട്. അതിൽ മൂത്തത് ജോസ് എന്ന് പറഞ്ഞ് ബോംബെയിൽ സുവിശേഷ വേല ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ മനുഷ്യൻ അന്ന് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ ഏറ്റു നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. അറ്റായിക്ക് വന്നു, 2 നിർത്ത് വന്ന് സൗഖ്യമായി. 3-മത് തന്നെ അറ്റായിക്ക് വന്നപ്പോൾ തന്നെ ബോംബെയിലെ ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രച്ചറെ കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുമ്പോൾ കർത്താവ് മുറിക്കുള്ളിൽ ഇറങ്ങി വന്നു, മകനെ നിൻ്റെ സർജറി ഞാൻ നേരിട്ട് നടത്തിയെന്ന് പറഞ്ഞു. മരിക്കാൻ കിടന്ന ആളെ എഴുന്നേറ്റു. ആശുപത്രി അത്ഭുതം കൊണ്ട് നിറഞ്ഞു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ആശുപത്രി എല്ലാവരും ഓടിക്കൂടി. ഡോക്ടർ പറഞ്ഞു, എന്നാൽ റെസ്റ്റ് എടുക്കണം, യാത്ര ചെയ്യരുത്. അപ്പോൾ ഈ മുട്ടത്താണ് അവരുടെ അപ്പനും അമ്മയും. അപ്പോൾ അവിടെ വന്ന് അവരോട് ഇത് പറയാൻ വരുന്ന ആ പ്രാർത്ഥനയിലാണ് ഞാൻ ചെല്ലുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ രോഗിയാണല്ലോ. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, യേശു അപ്പോൾ കർത്താവ് ദൈവമാണോ എന്നൊരു ചിന്ത. ഞാൻ അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഇസ്ലാമിക അനുഭവത്തിൽ യേശു ക്രിസ്തു പ്രവാചകനാണ്, മരിച്ചിട്ടില്ല. വേറെ ഒരു പിടിച്ചോണ്ട് പോകുമ്പോൾ ഒരു മുറിക്കകത്ത് പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ അള്ളാഹു ഉടലോടുകൂടി ആ വ്യക്തി എടുത്തു. എന്നിട്ട് വേറൊരു യഹൂദനെ അകത്തോട്ട് നോക്കാൻ കയറ്റിവിട്ട് അയാളെ ആ രൂപത്തിലിറക്കി ക്രൂശിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ദൈവം എന്ന് പറയുന്നതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, എന്നോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉമ്മ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാട്ടോ. അപ്പോൾ ആ വിശ്വാസം എന്നിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. എന്താണെങ്കിലും ഞാൻ അന്ന് അവിടെ വെച്ച് ഇത് കേട്ടപ്പോൾ എൻ്റെ മോള് 2 മാസമായി ഉണ്ടായിട്ട് മോളെ അടുത്ത് കിടത്തിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഹന്ന പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് ഞാൻ പറയുവാനിടയായി. ഒരു അടയാളം ദൈവത്തോട് ചോദിക്കുവാനിടയായി. യേശു ദൈവമാണെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം എന്നിൽ ചെയ്യാമോ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ഹൃദയം കൊണ്ട് ചോദിക്കുവാനിടയായി. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ കമന്ന് കിടന്ന് ചോദിച്ചു. ഇവരെല്ലാം പാട്ട് പാടുക, ഇവരെയൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാനിങ്ങനെ ചോദിച്ച സെക്കൻഡിൽ എന്നിലേക്കൊരു ഭയങ്കര ശക്തി കടന്നു വന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഭാഷ സംസാരിച്ചു. എനിക്കെന്ന് അനുഭവപ്പെട്ട ഞാൻ ഭൂമിയിൽ നിന്ന് പറന്നുപോയി ആകാശങ്ങളെ തൊട്ടിങ്ങനെ നടക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു അടയാളമാണല്ലോ ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തു ദൈവം തന്നെ. കാരണം വേറെ ആരും കേട്ടില്ല, ആരും പറഞ്ഞ് ചെയ്തതല്ല. എനിക്ക് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞതാ. അപ്പോൾ ഒരു ശക്തി എന്നിലേക്ക് ഇങ്ങനെ വന്ന് പേകങ്ങളിൽ കൂടെ ഞാൻ പറന്നുപോയ അനുഭവം. ഇവർ പാട്ട് നിർത്തിയപ്പം ആ ശക്തി എന്നിൽ നിന്ന് മാറിപ്പോയി. അത് പരിശുദ്ധാത്മാഭിഷേകമായിരുന്നു, എനിക്കറിയില്ല. പിന്നെ പ്രാർത്ഥന വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ വന്ന് 2 മാസം ഏതാണ്ടൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിന്നെ പരിശുദ്ധാത്മാവ് ലഭിച്ചത്. പക്ഷേ അന്ന് എന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ നിറച്ചു ദൈവം. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പിന്നെ ഇവർ കാണിക്കും പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി. അവരെല്ലാം കണ്ണടച്ചിരുന്ന് സ്തോത്രം പറഞ്ഞപ്പോൾ ഞാനും കണ്ണടച്ച് സ്തോത്രം പറഞ്ഞിരുന്നപ്പോൾ ഞാൻ എന്നെ കണ്ണാടിയിൽ കണ്ടു. അത് വെളിപ്പാടായിരുന്നു എന്ന് എനിക്കറിയില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാണ് അത് വെളിപ്പാടാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ അറിയുന്നത് എൻ്റെ മൂക്കുത്തി ഊരുന്നു, കമ്മലൂരുന്നു, മോന് കാത്തളയുണ്ടായിരുന്നു വെള്ളിയുടെ, അതൊക്കെ ഞാൻ ഊരുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. ഞാൻ അതും കൂടെ കണ്ടപ്പോൾ തീരുമാനിച്ചു, ഇനിയൊരു ദൈവം ഭൂമിയിലുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രം. ഞാനും മനസ്സുമായിട്ട് കർത്താവുമായിട്ട് പറഞ്ഞ വേറെ ആരും കേൾക്കാതെ ഹൃദയം കൊണ്ട് പറഞ്ഞത് അങ്ങനെ എന്നിൽ പ്രവർത്തിച്ചപ്പോൾ ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ സ്വർണ്ണമൊക്കെ ഊരി വെച്ചു. കുറേ കഴിഞ്ഞാണ് അത് വിറ്റ് കളഞ്ഞത്. അന്ന് തൊട്ട് എൻ്റെ ഉമ്മ വലിയ വഴക്കായി തീർന്നു. ഉമ്മയ്ക്ക് മനസ്സിലായി ഇനി മുസ്ലിമിലേക്ക് പോകത്തില്ല. അപ്പോൾ ഉമ്മ എന്നും ഭർത്താവ് ജോലിക്ക് പോകുമ്പം എന്നെ ഇങ്ങനെ പറയുമായിരുന്നു, മോനെ അവനെ പൊന്നാനി കൊണ്ടുപോകണം, നമുക്ക് നമ്മുടെ മുസ്ലിമിലേക്ക് ആക്കണം. ഞാനും ആകാനിരിക്കുക, എനിക്ക് മതം വിട്ടുന്ന ഇഷ്ടമില്ലായിരുന്നു ആകാനിരിക്കുന്ന. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇനി ഇവളെ പിടിച്ചാൽ കിട്ടിയാലെന്ന് പറയാം. എൻ്റെ ഉമ്മ എന്നും എന്നെ പ്രാകുമായിരുന്നു. കോടാലി നിൻ്റെ തലയ്ക്ക്
അടിക്കും, ഇതേ വരും, വടി വെട്ടാൻ പോയതേ ഉള്ളൂ, തല്ലൊന്നും ആയില്ല, നീ അനുഭവിക്കും. ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുടലെ അൾസറായിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളുവാണ്, റോഡ് ഇങ്ങനെ വീട്ടിൽ കൂടെ കിടന്ന് ഉരുളുന്ന ഒരു അനുഭവമായിരുന്നു വേദന കൊണ്ട് എനിക്ക്. അപ്പോൾ ഇങ്ങനെ ആശുപത്രിയിൽ ഇടയ്ക്ക് പോയായിരുന്നു. ഇടയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്ത് മുഴയാണ്, മുഴ എടുത്ത് കളയേണ്ട വരും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഏതാണ്ട് ഒരു മോളുണ്ടായിട്ടൊരു 8 മാസം 8.5 മാസം 9 മാസത്തോളം അടുക്കുക. ഞാൻ അങ്ങനെ ഈ ആശുപത്രി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുപ്രായം, അന്ന് എനിക്ക് 25 വയസ്സ് പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ഇപ്പോൾ ചെറുപ്പത്തിൽ എടുക്കേണ്ട, നമുക്കൊരു 7 ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആ സമയം ഞാൻ പോയിട്ടില്ല. ഞാൻ അന്ന് ആ വിശ്വാസത്തിലും വന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയില്ല, ഒരിടത്തും പോകാൻ തുടങ്ങിയിട്ടില്ല. കാരണം മോളുണ്ടായിട്ട് 9 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ മലയാണ് ആ ചർച്ചക്കോട്ടിൽ അവർ പോകുന്നത്. അപ്പോൾ അവിടെയൊന്നും ഞാൻ പോകാൻ തുടങ്ങിയിട്ടില്ല പ്രാർത്ഥനയ്ക്ക്. മലയിൽ പോകണമായിരുന്നു, അടൂർ മല. അതുകൊണ്ട് ഞാൻ മലയായതുകൊണ്ട് എനിക്ക് അസുഖമുള്ളതുകൊണ്ടൊന്നും ഞാൻ പോയിട്ടില്ല. എന്നാലും ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടത് അങ്ങനെ രക്ഷിക്കപ്പെട്ടു. കർത്താവിനെ ഏറ്റുപറഞ്ഞ് മോള് ഉണ്ടായി 9-ാം മാസത്തിൽ എൻ്റെ സർജറി ചെയ്യാൻ തീരുമാനമായി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മരിക്കരുത്, സ്നാനപ്പെടാൻ എനിക്കൊരു അവസരം കർത്താവ് തരണം എന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. അങ്ങനെ സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഗഡ് നേഴ്സ് എന്നോട് പറഞ്ഞു 3 മാസം കഴിയാതെ മുട്ടുമേളി വെള്ളത്തിൽ ഇറങ്ങരുത്, കടല പരിപ്പ് കിഴങ്ങൊന്നും കഴിക്കരുത്, നിങ്ങളുടെ കുടലിനകത്ത് അൾസറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ മാറ്റി നിർത്തി എല്ലാവരും ഇങ്ങനെ രഹസ്യം പറയുന്നുണ്ട് ഭർത്താവിനെ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയ, എനിക്ക് ഇനി എന്താ രോഗം? ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരിച്ചാലും എനിക്ക് പേടിയൊന്നുമില്ല പറ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു കുടലയിൽ അൾസറാണ്, നിനക്ക് അതിന് കുടൽ മാറ്റി വയ്ക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞു, അതിവിടെ ഇല്ല എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു 30-ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക ഞാൻ സ്നാനപ്പെടാൻ പോകും. അപ്പോൾ അവർ പോകുന്ന ചർച്ചിൽ ഒരു അമ്മച്ചി പറഞ്ഞു സ്നാനപ്പെട്ട എല്ലാം മാറ്റം വരുമെന്ന് പറഞ്ഞു. പക്ഷേ 1 വർഷമായിട്ട് സ്നാനപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ ഇന്ന് ഞങ്ങളിവിടെ മുട്ടത്താണ് ഇരിക്കുന്നത്. ഈ മുട്ടത്ത് ഒരു സ്നാനം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ സ്നാനപ്പെടാൻ പോവുക. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 30 ദിവസമല്ലേ ആയിട്ടുള്ളൂ അന്ന് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു. അന്നേരം എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെടുന്ന എങ്ങനെയാണ്, മുട്ടും മേളി വെള്ളത്തിൽ ഇറങ്ങണ 3 മാസം കഴിയണമല്ലോ. അപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു വേണ്ട എന്നാൽ. പക്ഷേ 35-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ഞാനും വരുക, എനിക്ക് നടക്കത്തൊന്നുമില്ല, സർജറി കഴിഞ്ഞിട്ട് 35 ദിവസമുള്ളൂ. പയ്യെ കോളപ്പുറം താമസിച്ച് വീട്ടിൽ വന്ന് ബസ്സിൽ കയറി ഇവിടെ വന്ന് ഈ ചർച്ചിൽ വന്നപ്പോൾ മുട്ടത്ത് കോടതിപ്പടിക്ക് അങ്ങ് പോകുന്നിടത്ത് ഒരു പാലമുണ്ട്, അതിൻ്റെ അടിയിലെ പുഴ അല്ലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്നോട് വിശ്വാസികളും പറഞ്ഞു സ്നാനപ്പെടേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു സഹോദരി ഇത് കൽപ്പനയാണ്, സ്നാനം കർത്താവിൻ്റെ ഇഷ്ടമുണ്ട്, ഇയാൾ സ്വീകരിച്ചാൽ മതി, പേടിയാണേ വേണ്ട. ഞാൻ പറഞ്ഞു ഇല്ല പാസ്റ്ററെ, ഞാൻ ഇന്ന് മരിച്ചാലും എനിക്ക് വേണ്ടില്ല, ഞാൻ സ്നാനപ്പെടുവാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഞാനൊന്ന് പറയട്ടെ, എന്നെ കേൾക്കുന്ന ജനത്തോട് ഞാനൊന്ന് പറയാം. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് 35-ാമത്തെ ദിവസം ആ കോടതിപ്പടിയിലുള്ള ആ പുഴയിലോട്ട് ഞാൻ ഇറങ്ങുമ്പോഴും എനിക്ക് വയറ്റുവേദനയുണ്ട്. ഇറങ്ങി സ്നാനപ്പെട്ട് കയറി 1992 നവംബർ 24-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് കയറി ഇന്ന് വരെയും ഒരു കത്തി എൻ്റെ മേൽ വെക്കാതെ എനിക്ക് പുതിയ കുടൽ തന്ന് എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കഷ്ടവും ഭാരവും വന്നെങ്കിലും കർത്താവിൻ്റെ വചനം 139-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, നിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നെ എൻ്റെ കർത്താവ് കണ്ടതുകൊണ്ട് ഇത്രയെല്ലാം അപകടത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുവാനിടയായി തീർന്നു. എൻ്റെ ഭർത്താവിൻ്റെ എന്നാണെങ്കിൽ പലവട്ടം എൻ്റെ ഹസ്ബൻഡും മോനും ഞങ്ങളും മരിച്ചവരാണ്. എൻ്റെ മോനെ 5 വട്ടത്തിൻ്റെ അവസ്ഥയിൽ മരിച്ചു പോയ ഒരു വ്യക്തിയാണ്. ടൈഫോയിഡ് കൂടിയിട്ട് പുല്ല് വിഴുങ്ങി ഇവിടെ ഇരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാതെ ഇരുന്നു. പിന്നെ ബാലസുധ എന്ന മരുന്ന് കഴിച്ചു. മരുന്നും ഇളയ മോൾക്ക് വയറ്റിൽ നിന്ന് പോകാത്തതുകൊണ്ട് മേടിച്ചതാണ്. അത് കഴിച്ചിട്ട് കുടലെല്ലാം വെന്തുപോയി. 3 മാസം അല്പം കൂടെ കഴിഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മോന് ഉണ്ട്, വിവാഹം കഴിഞ്ഞു, മോള് വിവാഹം കഴിഞ്ഞു, 2 പേർക്കും കുഞ്ഞുങ്ങളായിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളിവിടെ മുട്ടത്ത്, ഇത് ചർച്ചാണ്, ഞങ്ങൾക്കിപ്പോൾ ഒരു കൊച്ചു സഭ ദൈവം തന്നു, ദൈവവേല ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ വേലയ്ക്കാക്കി. പിന്നെ 2020 എൻ്റെ സൗണ്ട് പോയിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ക്യാമറ മൂക്കിലൂടെ ഇട്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു നമ്മുടെ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് ഡോക്ടറെ കാണിച്ചു. അതിങ്ങനെയൊന്ന് അനങ്ങി
കൂടി എൻ്റെ ഇങ്ങനെ ആയിപ്പോയി, ഒട്ടിപ്പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇയാളുടെ സൗണ്ട് കീപ്പ് ചെയ്യണം, സൗണ്ട് പോയാൽ അതിന് മരുന്നില്ല, സൗണ്ട് വരാനുള്ള മരുന്നില്ല, സൗണ്ട് കീപ്പ് ചെയ്ത് പോയ സൗണ്ട് തിരികെ പിടിക്കണമെന്ന് എന്നോട് ഇന്നലെ ഡോക്ടർ പറയുവാനിടയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി 4 കൂട്ടം എക്സർസൈസ് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ശ്വാസം വലിച്ച് പയ്യെ പയ്യെ വിടുന്ന 4 കൂട്ടം എക്സർസൈസ് പറഞ്ഞു വിട്ടു. കുറച്ച് ദിവസമൊക്കെ ഞാൻ സൗണ്ട് കീപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു പാട്ട് പാടി ആരാധിച്ചാണ് അന്നും ഇന്നും ഞങ്ങൾ ആരാധനയ്ക്ക് ദൈവം വലിയ വില കൊടുക്കുന്നവരാണ്. ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ 2 വാക്യം പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞു, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, നിൻ്റെ വായ വിസ്താരത്തിൽ നോക്കാം, ഞാൻ അതിനെ നിറയ്ക്കാം, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കും. ഈ 2 വചനം പറഞ്ഞ് ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗണ്ട് കർത്താവ് തന്നു. ഇപ്പോൾ ഇച്ചിരി ഒച്ചയടപ്പുണ്ട്. അത് കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ട് ഇന്ന് വരെയും മീറ്റിങ്ങിൽ പങ്കെടുത്ത് ആരാധന, ഒരു ഓൾ നൈറ്റിൽ ഞങ്ങൾ പങ്കെടുത്തു കാഞ്ഞാറിൽ കഴിഞ്ഞ ദിവസം. അത് രാവിലെ വരെയും ആരാധനയും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അങ്ങനെ അല്പം മാത്രം ഒരു ഇതേ ഉള്ളൂ എനിക്ക്. ഇന്നും ദൈവത്തിൻ്റെ പരസ്യ മീറ്റിങ്ങിന് പോകുന്നു, കർത്താവിനെ ഞാൻ സാക്ഷിക്കുന്നു. എൻ്റെ സൗണ്ട് കേൾക്കുന്നവർ പറയുന്നു, അയ്യോ ഈ കഴിഞ്ഞ ദിവസം കൊടയത്തൂരി ഞങ്ങൾ ചെന്നപ്പോൾ ഒരു വീട്ടുകാർ കുഞ്ഞുങ്ങളുമായിട്ട് പനിയാ, കൊച്ചങ്ങ് എഴുന്നേക്കുക, സൗണ്ടൊന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ കർത്താവ് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കർത്താവ് സൗഖ്യം തരുമെന്നും മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. എൻ്റെ ഇത്ര വയസ്സിൻ്റെ ഇടയിൽ അത്രയും വർഷം പറഞ്ഞ തീരാത്ത അനുഭവം എൻ്റെ ഭർത്താവിലും കുഞ്ഞുങ്ങൾ ഞങ്ങളിലുമായി എൻ്റെ ദൈവം ചെയ്തു. ഈ ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വം എടുക്കട്ടെ. എനിക്കിത് കേൾക്കുന്ന എല്ലാവർക്കും ഞാനൊന്ന് പറയുവാനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വചനം പറയുന്നുവെങ്കിൽ അത് കറക്റ്റായ കാര്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ പറയും. എല്ലാ കാര്യങ്ങളും ഒന്നൊന്നിനോട് ഖണ്ഡിക്കാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യൻ്റെ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞ്. ഞാനൊരു മതത്തെ കുറ്റപ്പെടുത്തുവാനോ മറ്റൊരു കാര്യത്തിനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ന്യായസുള്ള കാലവും ജീവിക്കണമെന്നും കർത്താവിന് വേല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്നയിടെ എൻ്റെ അനിയത്തി എന്നോട് ബഹളം വെച്ചു ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അനിയത്തിയോട് പറയുവാനിടയായി തീർന്നു, നിങ്ങളെന്നെ കഷ്ണമായി മുറിച്ചിട്ടാലും ഇനി എൻ്റെ യേശുവിനെ വിട്ട്, എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ നിങ്ങളോട് കൂടെ ചേരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട എന്ന് പറയുവാനിടയായിട്ടുണ്ട്. ഇത്രത്തോളം നേരം എനിക്ക് സാക്ഷ്യം പറയുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം കർത്താവായ യേശു വിടുവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിന്ന്